ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല 5 വെജിറ്റബിൾ പ്രോട്ടീൻ ഫുഡ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പ്രോട്ടീൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിക്കൻ, മുട്ട എന്ന ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അളവിൽ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്ന ഫുഡ്സുകളാണ്. അപ്പോൾ ഇന്ന് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക്, അല്ലാണ്ട് ചിക്കനും മുട്ടയൊന്നും കഴിക്കാത്ത ആൾക്കാർക്ക്, അവർക്കും പ്രോട്ടീൻ അത്യാവശ്യമാണ് ബോഡിക്കകത്ത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് കിട്ടുന്ന വെജിറ്റേറിയൻ പ്രോട്ടീൻ സോഴ്സസ് ആണ് 5 എണ്ണമാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം ഫ്രണ്ട്സ്, ഇതിൽ ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പനീർ എന്ന പാലിൻ്റെ പ്രൊഡക്റ്റാണ്. ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഫുഡാണ് പനീർ എന്ന് പറയുന്നത്. പനീർ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എന്തുകൊണ്ടും ഉണ്ടാക്കി കഴിക്കാം. നല്ല രുചികരമായിട്ടുള്ള ഫുഡാണ് പനീർ. നല്ല എമൗണ്ടിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, പ്രോട്ടീൻ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് നമുക്കിപ്പം ഒരു 60 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസേന 60 ഗ്രാമോളം പ്രോട്ടീൻ നമുക്ക് ശരീരത്തിന് ആവശ്യമുണ്ട്. നമ്മുടെ മസിലിൻ്റെ വളർച്ചയ്ക്ക്, നമ്മുടെ എല്ലുകളുടെ വളർച്ചയ്ക്ക്, നമ്മുടെ മസിൽ റിക്കവറിക്ക്, ബോഡി ബിൽഡിങ്, ഇതിനെല്ലാം നമുക്ക് പ്രോട്ടീൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം അതിന് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം പനീറാണ്. അപ്പം രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നട്ട്സാണ്. നട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടയ്ക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫുഡാണ് നട്ട്സ് എന്ന് പറയുന്നത്. നട്ട്സിൽ തന്നെ നമുക്ക് വാൾനട്ട്സ്, അതിനൊക്കെ തന്നെ നമ്മുടെ കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ബദാം, ഇതെല്ലാം നമുക്ക് മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് എപ്പോഴും കിട്ടുന്ന ഫുഡ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ഡയറ്റിനകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. നല്ല പ്രോട്ടീൻ സോഴ്സസ് ആണ്, നല്ല ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള നല്ല ഫുഡ്സാണ് നട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അടുത്തായിട്ട് മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ടോഫു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടോഫു എന്ന് പറയുന്നത് നമ്മുടെ സോയാബീൻ ഉൽപ്പന്നമാണ്. അപ്പം അത് സോയാബീൻ പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ആഹാരമാണ് ഈ ടോഫു എന്ന് പറയുന്നത്. ഇപ്പം അത് നമ്മുടെ നാടുകളിലൊക്കെ വളരെ അവൈലബിളാണ്, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വളരെ അവൈലബിളാണ്. അധികം വിലയൊന്നുമില്ല. നല്ല പ്രോട്ടീൻ സോഴ്സാണ് ഈ ടോഫു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ടോഫു നമുക്ക് പല രീതിയിൽ ഫുഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്, ടേസ്റ്റിയാണ്. ഓക്കെ, അടുത്ത നാലാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ്സാണ്. സീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്സ്, ചിയ സീഡ്, ഇങ്ങനെ പലതരത്തിലുള്ള സീഡ്സുകൾ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും. ഏറ്റവും നല്ല പ്രോട്ടീൻ അടങ്ങിയ വെജിറ്റേറിയൻ സോഴ്സുകളാണ് ഈ സീഡ്സ് വർഗ്ഗങ്ങളെന്ന് പറയുന്നത്. ഒരുപാട് അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് വൈറ്റമിൻസും ഒക്കെ കിട്ടുന്ന നല്ല ഫുഡ്സാണ് സീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവ്വസാധാരണമായിട്ടുള്ള, നമുക്ക് എല്ലാവരും കേട്ടറിവുള്ള മുളപ്പിച്ച ധാന്യവർഗ്ഗങ്ങളാണ്. മുളപ്പിച്ച ധാന്യവർഗ്ഗങ്ങളെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ മുളപ്പിച്ച പയറിനൊക്കെയല്ലേ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഏറ്റവും നല്ല വെജിറ്റേറിയൻ സോഴ്സാണ് പ്രോട്ടീൻ്റെ മുളപ്പിച്ച ധാന്യവർഗ്ഗങ്ങളെന്ന് പറയുന്നത്. അത് പയർ മാത്രമല്ല, നമുക്ക് പല പല ധാന്യവിഭവങ്ങൾ നമുക്ക് മുളപ്പിച്ച് ഉപയോഗിക്കാം. നമുക്ക് പല രീതിയിൽ, പല ടേസ്റ്റിൽ നമുക്കത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള പ്രോട്ടീൻ സോഴ്സാണ്. അപ്പം ഇത്രയാണ്, ഈ 5 എണ്ണമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പ്ലാൻ ബേസ് ഈ പ്രോട്ടീൻ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കനും മുട്ടയൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. ഈ ഫുഡുകൾ നമുക്ക് ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ സുഖമായിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ